മാമന്റെ പേര് അവനാരാന്നറിയോ? ആരാ? ലാലേട്ടൻ. ലാലേട്ടനാണോ മാമൻ? മാമൻ എന്ന് പറയുമ്പോ ഫസ്റ്റ് കസിൻ അല്ലേ? അമ്മയുടെ എന്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ. അമ്മയുടെ ഫസ്റ്റ് കസിൻ. അമ്മയുടെ ആരായിട്ട് വരുന്നേ? ഒരു ഫൺ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ എന്റർടൈനർ ആണ്. ഇംഗ്ലീഷാ? പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചെടുത്ത. ഏറ്റവും കൂടുതൽ ഇട്ടിട്ടേക്കുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന അർജുൻ ചേട്ടൻ എവിടെയൊക്കെ കിട്ടി? എന്തൊക്കെ പറ്റി? പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇതില് ക്യാരക്ടർ പേര് ചെറിയെന്നാണ്. ഒരു പാവം മനുഷ്യനാണ്. നമ്മൾ വളരെ കട്ടക്കാരല്ലേ, ഒന്ന് പിടിച്ചാലാ. മമ്മൂക്കൊക്കെ വലിയ ഇഞ്ചുറി എല്ലാം പറ്റിയിരുന്നു ഷൂട്ടിന്റെ ഇടയ്ക്ക്. ഭയങ്കര സ്മൂത്ത്. ഇതെന്തായോ? ഓക്കെ, ഇപ്പൊ റാഫി എന്ന് പറഞ്ഞ സാറാണ് കോച്ച്. സാധനോ? റാഫി സാർ ആരെന്നെ മനസ്സിലായോ? റാഫി മെക്കാട്ടിന്റെ റാഫി സാർ. ദി റാഫീസ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. അയ്യോ, നിങ്ങൾ എന്ത് വേറെ കേട്ടില്ല. ഞങ്ങളായിട്ട് കേട്ടില്ല, ആവശ്യമില്ലല്ലോ. ഓക്കെ, റാഫി സാർ അറിയാം. ഓക്കെ, ആ സാറായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് നമ്മളെല്ലാരും പ്രേക്ഷകർ ഒന്നാകെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ചത്തപ്പച്ച. യെസ്, ആ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ദ റിംഗ് ഓഫ് റൗഡീസ് തന്നെയാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അർജുൻ ചേട്ടൻ, റോഷൻ ചേട്ടൻ, അദ്വൈത്, ഷിഹാൻ, വൈശാഖ്, ഇഷാഖ്. ഓ മൈ ഗോഡ്, എന്റെ പേര് മെസ്സപ്പാക്കണ്ടേ. ഒരു എല്ലാവരുടെ പേരുകൾ ഇങ്ങനെ ഓർഡർ ആയിട്ട് പറയണല്ലോ. അപ്പൊ ദ റിംഗ് ഓഫ് റൗഡീസ് എവിടെ പോയി? ആ ഒരു ഗേൾ ഉണ്ടല്ലോ, കാർമി എവിടെ പോയി? കാർമിനെ കൊണ്ടുവന്നില്ല, മിസ്സിംഗ് ആണ്. എവിടെ പോയി അവര്? ആ ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാപ്റ്റനോട് തന്നെ ആദ്യം ചോദിക്കാം അല്ലെ. ക്യാപ്റ്റൻ തന്നെ സെന്ററിൽ നിൽക്കുകയാണല്ലോ. ദ റിംഗ് ഓഫ് റൗഡീസ് എന്നാണ് എന്താ ടീസറിലായാലും ട്രെയിലറിലൊക്കെ ആയാലും ആദ്യം തന്നെ ഞങ്ങൾ കേട്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ചത്തപ്പച്ച? ചത്തപ്പച്ച ഒരു ഫൺ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ എന്റർടൈനർ ആണ്. ഒരു മട്ടാഞ്ചേരി, കൊച്ചി മട്ടാഞ്ചേരിയില് നമ്മളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ടുള്ള WWE സ്റ്റൈൽ റെസ്ലിംഗ് മട്ടാഞ്ചേരിയിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു തോട്ടിൽ നിന്ന് വന്ന ഒരു കഥയാണ് ഇത്. And now it's grown into this beautiful little big film with all these beautiful people. ഓക്കെ, ഇതിന്റെ ട്രെയിലർ അല്ലെങ്കിൽ ഇതിന്റെ ടീച്ചർ ഇറങ്ങിയപ്പോ തൊട്ട് എല്ലാരും റിയാക്ട് ചെയ്യുന്നത് മലയാളം ഫിലിം എങ്ങോട്ടേക്കാണ് പോകണേ എന്ന് മനസ്സിലാവുന്നില്ല. അത് മേക്കിംഗ് ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാരും ഓരോ എലമെന്റ്സ് ഇതിന് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അർജുൻ ചേട്ടാ, അബൌട്ട് യുവർ റോൾ ഇൻ ചത്തപ്പച്ച. ക്യാരക്ടറിന്റെ പേര് ഓക്കെ, പ്രോപ്പർ മട്ടാഞ്ചേരിക്കാരൻ. അവന്റെ ചെറിയൊരു ലോകത്തില് ഹാപ്പി ആയിട്ട് ജീവിച്ച് ചെറിയ കുട്ടിയുണ്ട് റോസമ്മ എന്നുള്ളത്. ബാക്കി പറയാൻ പറ്റുമോ? റോഷന്റെ ക്യാരക്ടറിന്റെ മകളാണ്. സാഹചര്യം കൊണ്ട് ഞാൻ വളർത്തുന്ന കുട്ടിയാണ് റോസമ്മ. അപ്പൊ അവന്റെ ലോകം ഈ റോസമ്മ വീട് ബോട്ടിലെ പണി ചെയ്യുന്നു. കുഞ്ഞപ്പന്നൊരു ക്യാരക്ടർ ഉണ്ട്, കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരിടക്കിടക്ക് മിസ്സിംഗ് ആവും ഫ്രണ്ട്സ്. ഇവന്റെ ലോകത്ത് മാത്രം ഹാപ്പി ആയിട്ട് ചില്ല് ചെയ്ത് ശാന്തിയായിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ. പടത്തിലേക്ക് റോഷൻ ചേട്ടന്റെ ക്യാരക്ടർ എന്താണ് ഇതില്? വെട്രി എന്നാണ് ക്യാരക്ടറുടെ പേര്. ഇവര് 3 ബ്രദേഴ്സ് ആയിട്ട് വളർന്നു വന്നവരാണ്. അർജുൻ ചെയ്യുന്ന ക്യാരക്ടർ, പിന്നെ ഇഷാന്റെ ക്യാരക്ടറും ഞാൻ ചെയ്യുന്ന വെട്രി എന്നുള്ള ക്യാരക്ടറും. എന്നിട്ട് അതിന്റെ ഒരു ലൈഫിന്റെ ഒരു ഫേസിൽ ഇയാൾ മിസ്സിംഗ് ആയിരുന്നു. വെട്രി കുറച്ച് നാളത്തേക്ക് മിസ്സിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ബ്രദേഴ്സിന്റെ തന്നെ ജീവിതത്തിലേക്ക് വരുന്നൊരു പോയിന്റിലാണ് ഏകദേശം ഈ കഥ നടക്കുന്നത്. പിന്നെ ഇപ്പൊ അർജുൻ പറഞ്ഞ പോലെ റോസ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് വെട്രിക്ക്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയുണ്ട്. ഇവരെല്ലാരെയും കണക്ട് ചെയ്യുന്ന ആ പരിപാടികളൊക്കെ എനിക്ക് തോന്നുന്നു സിനിമയില്
കിട്ടുന്നതായിരിക്കും അതിന്റെ ഭംഗി. ഓക്കെ. ഈ ആസ് എ പ്രൊഡ്യൂസർ എന്ന നിലയിൽ എന്ത് പോയിന്റിൽ അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്തത്, ഓക്കെ ഇത് നമുക്ക് മേക്ക് ചെയ്യാം എന്നൊരു പർട്ടിക്കുലർ ഒരു പോയിന്റ് ഉണ്ടാവില്ല, അതെപ്പോഴും ഈ ചത്തപ്പച്ചയുടെ ഏത് സ്റ്റോറിയിലായിരുന്നു? ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഫുൾ കാസ്റ്റ് ആണ്, ക്രൂ ആണെങ്കിലും എല്ലാവരും ഈ ജോയിൻ ചെയ്ത് ആക്ച്വലി ആ WWE നോസ്റ്റാൾജിയ തീം വെച്ചിട്ടാണ്. അപ്പൊ ഞാനും അദ്വൈതും ആക്ച്വലി വേറൊരു കഥയിൽ വർക്ക് ഉണ്ടായിരുന്നു. അത് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. പക്ഷെ ഞങ്ങൾ വെറുതെ ഒരു കോഫി മീറ്റ് ചെയ്തപ്പോ അദ്വൈന്റെ ഫോണിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു ഡെക്കിന്റെ ഒരു ഫ്രണ്ട് പേജ്. ഞങ്ങൾക്ക് ഒരു വേറെ ആ ഡിസ്കഷൻസേ ഉണ്ടായില്ല. പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ടേൺ ബക്കിൽ നിന്ന് ചാടിയിട്ടുള്ള ഒരു ഷോട്ട് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ലുക്കിൽ യൂസ് ചെയ്ത ഫോട്ടോ ആണ്. അത് കണ്ടപ്പോ എനിക്ക് കഥ ഒന്നും അറിയില്ല. അത് കണ്ടപ്പോ ഞാൻ ഇത് എന്തായാലും പിടിക്കണം, ഇത് വേറൊരു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, റിയൽ ലൈഫിലും കണ്ടിട്ടില്ല, ഇവിടെ ഈ ഫിലിംസിലും കണ്ടിട്ടില്ല ഇവിടെ. അപ്പൊ അതൊരു വേറൊരു കളർ പരിപാടിയായിട്ട് അത് പിടിക്കാന്നൊന്ന് വിചാരിച്ചു. പിന്നെ അവിടുന്ന് ഇപ്പൊ 2 വർഷമായി ഡെവലപ്പ് ചെയ്ത് ഫുൾ സ്ക്രാച്ചിന്ന് എല്ലാരും ഇപ്പൊ സനു നമ്മുടെ റൈറ്ററും വന്നു, പിന്നെ എല്ലാവരും കാസ്റ്റ് ആൻഡ് ക്രൂ ഡെവലപ്പായി, പിന്നെ ഇവിടെ എത്തി. അപ്പൊ ഫസ്റ്റ് മൊമെന്റിൽ എനിക്ക് മനസ്സിലായി ഇത് ഇവിടെ എന്തായാലും പിടിക്കാം. കാരണം ആ സമയത്ത് എസ്പെഷ്യലി മലയാളം സിനിമ കുറച്ച് കൂടുതൽ ത്രില്ലേഴ്സും ദാറ്റ് കൈൻഡ് ഓഫ് മൂവീസ് ആയിരുന്നു. ഒരു വേറൊരു മൂഡ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. വിശാഖേട്ടൻ കോളേജിൽ പറഞ്ഞു ഈ ഒരു പടത്തിലൂടെ കുപ്പി പൂർണ്ണമായിട്ട് മാറ്റണം. അതൊക്കെ എപ്പോഴേ മാറി. ആ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടേ പിന്നെ എന്നെ മനസ്സിലാ കുപ്പിയേ ഇല്ല, അത് ഈ ഒരു പടം വേണ്ട, ആ ഒരു പടത്തിലൂടെ അത് മാറിപ്പോയേക്കാണ്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ എങ്ങനെയാണ് ക്യാരക്ടറും കാര്യങ്ങളും? ഇതില് ക്യാരക്ടർ പേര് ചെറിയെന്നാണ്, ഒരു പാവം മനുഷ്യനാണ്. പാവായിട്ട് തോന്നുന്നില്ലല്ലോ. അല്ല, ചെറുപ്പം തൊട്ടേ ഇവരുടെ ടോർച്ചറൊക്കെ സഹിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു പാവം മനുഷ്യനാണ്. ഇവരുടെയൊക്കെ ഭയങ്കരമായിട്ട് സിനിമ കാണുമ്പോൾ പക്ഷെ ഭയങ്കര ഫൺ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പൊ ഓഫീസറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ. ഇതില് ഇവന്റേതായ ഒരു ഫൺ എലിമെന്റും കൂടെ ഉണ്ട് ആ ക്യാരക്ടറിന്. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയൊരു ഷെയ്ഡായിരിക്കും. ഇഷാൻ പ്രൊഡ്യൂസറിന്റെ ബ്രദർ ആണ്. അപ്പൊ ഇതിലേക്കുള്ള എൻട്രി തുടക്കം മുതലേ ഇങ്ങനെ ക്യാരക്ടർ, ഇപ്പൊ എനിക്കൊരു ക്യാരക്ടർ തരുവോ ചേട്ടാ എന്ന് ചോദിച്ചാണോ വന്നത്? ചോദിക്കേണ്ടി വന്നില്ല, കാരണം ഞാനും ഉണ്ടായി കൂടെ. മീൻസ് എല്ലാ സ്റ്റേജസിലും ഈ കോഫി മീറ്റിംഗിലും ഞാനും ഉണ്ടായി അവിടെ. അപ്പോ അന്നോട്ട് ഈ ലിറ്റിൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്റെ മനസ്സിലുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് ഈ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത്. അപ്പോ മീൻസ് ഈ ഷൂട്ട് ചെയ്യണ സമയത്ത് ഇത്രയും ഡിസ്കസ് ചെയ്തുകൊണ്ട് എനിക്കും അദ്വൈതമായിട്ട് നല്ലൊരു ഫ്രീഡം ഉണ്ടായി കൊളാബറേറ്റ് ചെയ്യാൻ. ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഇത് വർക്ക് അങ്ങനെ ഒരു കൊളാബറേഷന്റെ സ്പേസ് ഉണ്ട് അവിടെ. കാരണം സ്റ്റാർട്ടിങ് തൊട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടായി. അപ്പോ തുടക്കം തൊട്ടേ നമുക്ക് ലൈക്ക് ഷിയാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം വേറൊരു സ്റ്റോറിയിൽ വർക്ക് ചെയ്യുന്നു. അതിലും ലൈക്ക് നമ്മുടെ പ്ലാനില് എനിക്ക് ഇഷാനൊരു അതിൽ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ അവർ ആ പിച്ചിലേക്ക് കണ്ടപ്പോ ഇത് ആക്ച്വലി എനിക്ക് അധികമായി ലോസ്റ്റ് ഹോപ്പ് ഓൺ ദിസ് സ്റ്റോറി. കാരണം ആർക്കും അങ്ങനെ വർക്ക് ആവുന്നില്ല. ഇവർക്ക് അത് വർക്ക് ആയപ്പോ പിന്നെ അതിന്റെ ആ പ്രീവിയസ് സ്റ്റോറിന്റെ ഭാഗമായിട്ട് തന്നെ ലൈക്ക് ദ സെയിം പ്ലാൻ വാസ് അപ്ലൈഡ് ഹിയർ. എനിക്ക് ഇതിലും ഇഷാനെ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതേപോലെ ദി അതർ 3 മൈ ഫ്രണ്ട്സ്, എനിക്ക് അവരെയും ഇതുവരെ കാണാത്ത വിശാഖ് നായർ അല്ലെങ്കിൽ കാണാത്ത ഒരു റോഷൻ മാത്യു, കാണാത്ത ഒരു അർജുന അശോകനായിട്ട് പ്രസന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ എല്ലാവർക്കും ഡിഫറെന്റ് ആക്കണമെന്നുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ ഈ WWE പറഞ്ഞ പോലെ തന്നെ ഇത് ഫസ്റ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ മലയാള സിനിമയിലൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൂവി വരുന്നത്. അപ്പം നമ്മളെന്താ WWE പിന്നീടൊക്കെ അറിഞ്ഞത് അതൊക്കെ ആക്ടിങ് ആയിരുന്നു, ഏതൊന്നും ശരിക്കും അല്ല. അപ്പൊ ഇതിലേക്ക് വരുമ്പോ ആ ഒരു റിസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ക്യാപ്റ്റൻ? എന്ന് വെച്ചാൽ വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അത് മലയാളം ഓഡിയൻസിനെ മുന്നിലേക്ക് ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടർ എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? സോ ഫസ്റ്റ്ലി ഇത് WWE ഡ്രാമറ്റൈസ്ഡ് ആണ്, ബട്ട് ഒരിക്കലും ഫേക്ക് ആണെന്നും ആക്ടിങ് ആണെന്നും പറയാൻ പറ്റില്ല. കാരണം അതില് ഡ്രാമ അവര് റിഹേഴ്സ് ചെയ്ത് സ്ക്രിപ്റ്റഡ് ആണ്, ബട്ട് ദി ആക്ഷൻ ഇസ് വെരി റിയൽ. ആസ് ഇൻ ആക്ടേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ റിസ്ക് ഫാക്ടറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് ഷിഹാൻ തന്നെ അത് ആൻസർ ചെയ്യണം. അല്ല, അത് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ ഞങ്ങൾ ഇതൊരു ഷോ ആണ് ബേസിക്കലി. ഇപ്പൊ നമ്മള് ഈ ഡാൻസസും സിംഗിങ് കോമ്പറ്റീഷനും കാണുന്ന പോലെ ദിസ് ഇസ് ഓൾസോ ഷോ ഫോർ ദി ഓഡിയൻസ്. അപ്പൊ അതിന്റെ ഇപ്പൊ അർജുനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, ദ ആക്ച്വൽ ഇഞ്ചറീസ് അവർ ഷൂട്ടിന്റെ സമയത്ത് തന്നെ കിട്ടിയത് ഈസ് അൺബിലീവബിൾ. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലായത് ഈ WWE ഫേക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഫേക്ക്, അത് കൊറിയോഗ്രാഫി ആണ്, പക്ഷെ ശരിക്കുള്ള പക്ഷെ അതിന്റെ ഒരു എഫേർട്ട് ഇസ് അൺബിലീവബിൾ. ഇവരൊക്കെ ഹോസ്പിറ്റലിലൊക്കെ കുറെ ദിവസം കിടന്ന ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അതേപോലെ
നേരത്തെ തന്നെ നമ്മള് ട്രെയിനിങ് തുടങ്ങിയിരുന്നു. പ്രീ പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സ് ടീമിന്റെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു, നമുക്ക് ആക്ടേഴ്സിനെ നേരത്തെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ബി നൈസ്, അത് ഇറ്റ് വിൽ പേ ഓഫ് ഓൺ സ്ക്രീൻ. ബട്ട് ട്രെയിൻ ചെയ്ത് ആ മൂവ്സ് അടിപൊളിയായിട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മുടെ ഒരു മെയിൻ പ്രയോറിറ്റി എനിക്കും ഷാനും ഒക്കെ ഇഞ്ചുറി പ്രിവെൻഷൻ. അപ്പം so maximum like movie pick here so that their muscles, their body is used to അത്രയൊരു ഫിസിക്കൽ എഫേർട്ട്. നമ്മൾ റെസ്ലിംഗ് സീക്വൻസസ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ ഫസ്റ്റ് ഡേ തന്നെ ചെറിയൊരു ആസ് എൻ ഇഞ്ചുറി അല്ല, നമ്മുടെ ഡാറ്റു എന്ന് പറഞ്ഞൊരു ആക്ടർ, ഈ പ്ലേസ് ക്യാരക്ടർ കോൾ സൂപ്പറൻ, ഒരു സ്റ്റണ്ട് ചെയ്തതിനു ശേഷം പെട്ടെന്ന് കാലൊക്കെ ഇങ്ങനെ വീർത്തു തുടങ്ങി. അടുത്ത് എന്തോ ഒരു ക്ലോട്ട് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ ഇങ്ങനെ വലുതായിട്ടൊന്നും ഇരിക്കും. അടുത്ത ഹീ കെപ്റ്റ് ഷൂട്ടിങ്, ആരും സ്റ്റോപ്പ് ചെയ്തില്ല. അവര് ഷൂട്ട് ചെയ്തോണ്ടേ ഇരുന്നല്ലോ. നമുക്ക് ചെയ്യാന്നൊക്കെ ഉള്ള ഒരു ആ ഒരു മൂഡാണ് ഇപ്പൊ എല്ലാവർക്കും. അർജുൻ ചേട്ടാ, തലവര ഇറങ്ങിയതിന് ശേഷം അർജുൻ ചേട്ടന്റെ തലവര അങ്ങ് നല്ലോണം തെളിഞ്ഞു എന്നാണ് പ്രേക്ഷകർ ഒന്നാകെ ഈ ട്രെയിലറിന്റെ അടിയിൽ വെച്ചേക്കുന്നത്. ഇപ്പൊ അർജുൻ ചേട്ടൻ പറഞ്ഞ ഒരു സങ്കടം എന്ന് വെച്ചാൽ തലവര വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട് ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മൾക്കൊക്കെ ഭയങ്കര മനസ്സിനെ കൊള്ളിപ്പിക്കുന്ന ഒരു അഭിനയമായിരുന്നു അർജുൻ ചേട്ടന്റെ. പക്ഷെ അർജുൻ ചേട്ടൻ സങ്കടം പറയുന്നത് വെച്ചാൽ എന്നിട്ടും ആളുകൾ കുറവായിരുന്നു. ലൈക്ക് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ OTT റിലീസിന് ശേഷമൊക്കെ ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് ഇത് വന്നു. അപ്പം അതില് ഒരു ബാക്ക് ചത്താപ്പച്ച ഇറങ്ങുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു തിയേറ്റർ മൊത്തം ഫില്ലായിരിക്കും. തലവര ഒരു പടങ്ങൾ ഇറങ്ങാൻ സമയം ഉണ്ടല്ലോ. ഒരു വലിയ ഹ്യൂജ് പടങ്ങൾ വലിയ കാസ്റ്റ് ഒക്കെ ആകുമ്പോ സ്വാഭാവികമായിട്ട് ബെറ്റർ മൂവി ആകുമ്പോൾ ആൾക്കാർ അത് ഓപ്റ്റ് ചെയ്യുള്ളൂ. ഇതെന്ന് വെച്ചാൽ കുറച്ചും കൂടി സട്ടിൽ പടമാണ്, അപ്പൊ അതിലേക്ക് ആൾക്കാർ സ്പെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ ആ ഒരു ഗ്യാപ്പ് പീരീഡ് സമയത്ത് പതുക്കെ ആൾക്കാർ കയറി വന്നപ്പോഴാണ് വലിയ ലോക്കാന്നുള്ള പടം വന്നത്. അത് ഒബ്വിയസ്ലി വലിയ പടമാണ്, വലിയ നല്ല രീതിക്ക് അത് അക്സെപ്റ്റ് ചെയ്ത പടമാണ്. അപ്പൊ എന്തായാലും ഓഡിയൻസ് അതിലാണ് ആദ്യം പ്രിഫർ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ അത് നോക്കി ഇറക്കണമായിരുന്നു, അത് ഇറക്കിയില്ല നമ്മുടെ ടീം. അതാണ് നമ്മൾ ഇത് തെറ്റ്. പക്ഷെ എന്താ ഗുണം ചെയ്ത വെച്ചാല് OTT ഇറങ്ങിയപ്പോ ഭയങ്കര നല്ല രീതിക്കാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ട് ആ സമയമാണ് ശരിക്കും എന്റെ മനസ്സിൽ പടം ഓടിയത് OTT ഇറങ്ങിയപ്പോഴാണ്. ആൾക്കാർ കണ്ട് ഡെയിലി എനിക്ക് മെസ്സേജസും ഡെയിലി ഓരോ ആർട്ട് ഫോംസ് ആയിട്ട് എനിക്ക് കൊളാബ്സും കാര്യങ്ങളായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്റെ വിഷമം അപ്പം മാറി. എന്താ വെച്ചാൽ ആൾക്കാർ കണ്ട് ആ ഒരു ആർട്ട് ആൾക്കാർ കാണാന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. അത് ഞാൻ ആ സമയത്ത് ചെന്നൈയിൽ ഷൂട്ട് ചെയ്യണമായിരുന്നു ഒരു തമിഴ് പടം. അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ റെസ്പോൺസ് ആണ് എനിക്ക് കൂടുതലും എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. അവിടെ ജോൺ സാർ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ ഉണ്ട്, സച്ചിന്റെ പടത്തിന്റെ ഒക്കെ. പുള്ളി ഡയറക്ടറിനെയും എന്നെ ഇൻവൈറ്റ് ചെയ്ത് കുറെ നേരം ഇതിനെപ്പറ്റി സംസാരിച്ച്, പിന്നെ ലൊക്കേഷനിലാണെങ്കിലും ADs വന്നിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോ ഓക്കെ ആൾക്കാർ കാണുന്നുണ്ട്, തമിഴ്നാട്ടിൽ വരെ എത്തി എന്നുള്ളൊരു സന്തോഷം. കാരണം അന്ന് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ട് ആ ടീമിന് എന്തോ പ്രശ്നം കാരണം തമിഴില് ഇറക്കാൻ പറ്റിയില്ല ടൈമില്. അപ്പൊ അങ്ങനത്തെ കുറെ ടെൻഷനിലൂടെ പോയിട്ട് പക്ഷെ OTT ഇറങ്ങിയപ്പോ ഭയങ്കര റെസ്പോൺസും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തെന്ന് പറയുമ്പോ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഈ പടം അങ്ങനെ ആയിരിക്കില്ല, ഇത് വേറെ ലീഗായിരിക്കും. എന്റെ മകനായോണ്ട് പറയല്ല, അവൻ കൊള്ളാം. ഞാൻ അച്ഛനിപ്പോ ടെൻഷനായി ഫസ്റ്റ് ഡേക്ക് വരാനായിട്ട്. കാരണം അച്ഛൻ തന്നെ മോനെ പറ്റി മോശം പറയാൻ പാടില്ലല്ലോ. തലവര കണ്ടപ്പോ അശോകൻ ചേട്ടൻ ഇന്നേ വരെ കാണാത്ത ഒരു സങ്കടം, ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര അത് അടിപൊളി. ഇത് നോക്കണ്ട, അതായിട്ട് നോക്കരുത്. ഇത് വേറെ തന്നെ ഒരു ലീഗാണ്. ഇത് കുറച്ച് ചെക്കന്മാരുടെ കുറച്ച് പൊളി, പിന്നെ വേറൊരു പൊളിയും കൂടി കുറെ പൊളിയൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് റോഷൻ ചേട്ടൻ ഇത്തിരി നേരം എന്ന് പറഞ്ഞ മൂവി. ഇതുപോലെ തന്നെ നല്ല സ്റ്റോറിയാണ്, മൗത്ത് പബ്ലിസിറ്റി ഏറെ ഉണ്ട്. ലൈക് തിയേറ്ററിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ഒരു മൂവിയാണ്. അപ്പൊ ആസ് എ ആക്ടർ നോക്കുമ്പോൾ അതിനകത്തും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേനും എത്രത്തോളം അത് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം ഈ ഉത്തരം. ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നി ഇത്തിരി നേരം ആക്ച്വലി ഓടിക്കൊണ്ടിരിക്കുക, ആ ഫീലിംഗ് ആണ് കിട്ടുന്നത്. എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ മെസ്സേജസ് ഉണ്ട്. പടം പതുക്കെ അതിന്റെ ഓഡിയൻസിനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യമായിട്ട് റോന്ത് കാണുന്ന ആൾക്കാർ വരെയാണ്. അപ്പൊ ഇപ്പൊ അങ്ങനെ സിനിമയുടെ റീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഷെൽഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ കുറേയും കൂടെ ലൈക്ക് അതങ്ങനെ നിന്നോളും. ഇപ്പൊ സർവ്വമായി അറിയാൻ കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ലവ് ആക്ഷൻ ഡ്രാമ എടുത്ത് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ സിനിമകൾ അങ്ങനെ നിന്നോളൂ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഇതിന് വേറൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ ഇതിൽ വർക്ക് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ആണ് പ്രോജക്ട് ലൈക്ക് ചത്താപ്പച്ച. ഇപ്പൊ ഞങ്ങൾ തുടക്കം ഫസ്റ്റ് ഡേ മുതൽ ഷിഹാനും ഒക്കെ ഇതിനകത്ത് ഉണ്ട്, അത്ര തന്നെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിട്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഫേസിൽ സിനിമ ഒരു ബിസിനസ് ആണെന്നുള്ള ആസ്പെക്റ്റില് അത്
അതിന് ബ്ലൈൻഡ് ആയിട്ടൊന്നും അല്ല സിനിമ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആംഗിളും കൂടെ നമ്മൾ സ്വാഭാവികമായിട്ടും ആലോചിക്കും. ഒരു നല്ല സിനിമ ചെയ്തു വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇനി അതുപോലത്തെ സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ആ ചെയ്തു വെച്ച പരിപാടി ഫിനാൻഷ്യലി അല്ലെങ്കിൽ ബിസിനസ് വൈസും കൂടെ നോക്കുമ്പോൾ അത് ബെനിഫിഷ്യൽ ആവണം. രണ്ടാമത് മറ്റൊരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതേ പ്രൊഡ്യൂസറോ അതുപോലത്തെ സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ആലോചിക്കുമ്പോഴേ ഉള്ളൂ ഡിസപ്പോയിന്റ്മെന്റ്സ്. അല്ലാതെ ഒരു സിനിമ എങ്ങും എത്താതായി പോകുന്നൊന്നും, നല്ല സിനിമയാണെങ്കിൽ അത് ഇവൻച്വലി എത്തിക്കോളൂ എന്നുള്ളത് ഇപ്പോഴും സത്യം തന്നെയാണ്. ഓക്കെ, മമ്മൂക്കയ്ക്ക് വല്ല ഇഞ്ചുറി എല്ലാം പറ്റിയിരുന്നു ഷൂട്ടിന്റെ ഇടയ്ക്ക്? ഭയങ്കര സ്മൂത്ത്. എന്തായോ മമ്മൂക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആരും അങ്ങനൊന്നും നടന്നിട്ടില്ല. ചത്തപ്പച്ചയിൽ ഉണ്ടെന്ന് അറിയാം. ലാസ്റ്റ് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ വെക്കുന്നത് മമ്മൂക്കയാണ്. അല്ല 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 അത് മമ്മൂക്കയാണ്. ജോൺ സീൻ അല്ലേ അത്? ഇല്ല, ഒന്നും പറ്റിയിട്ടില്ലല്ലോ. മമ്മൂക്ക സേഫ് അല്ലേ? നിങ്ങൾ ഇടിച്ചൊന്നുമില്ലല്ലോ. എന്തായാലും ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഹിന്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അർജുൻ ചേട്ടൻ സത്യം പറയും, അല്ലെങ്കിൽ സത്യം പറയും, അല്ലെങ്കിൽ വിശാഖേട്ടനും സത്യം പറയണ കൂട്ടത്തിലാണ്. മമ്മൂക്ക ഉണ്ടോ? സത്യം പറ. ഇല്ല, ഈ പടത്തിലില്ല. ഈ പടത്തിലില്ല. ഇത് തിയേറ്ററിൽ ഇറങ്ങി കഴിയുമ്പോ മമ്മൂക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ കോച്ചാരാ? അപ്പൊ ശരിക്കും ഈ പടത്തിലെ കോച്ചാരാ നിങ്ങൾക്ക്? പഠിപ്പിച്ചത് അല്ലാതെ ഈ നിങ്ങൾക്കൊരു ഈ ടീം ഉണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കുന്നത് കോച്ചാര്. കാര്യമായിട്ട് സീരിയസ്ലി റാഫിസാറാണ് ഇതിന്റെ കോച്ചായിട്ട്, മീൻസ് നമ്മുടെ ആശാനായിട്ട് നിൽക്കുന്നത്. എങ്ങനെ നിങ്ങളെ അപ്പൊ ആ കോച്ചായിട്ടുള്ള പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഞങ്ങൾ കുഞ്ഞിലേ പഠിച്ച, അപ്പൊ ആ പ്രായം ചെയ്ത കുട്ടികളാണ് ആക്ച്വലി. വലുതായ പിന്നെ പഠിച്ചിട്ടില്ലേ? ആ ടീമിൽ തന്നെയാണോ നിങ്ങൾ വലുതാവുമ്പോൾ നിൽക്കുന്നത്? കുഞ്ഞില് വേറെ വേറെ ടീമുകളിലായിരിക്കില്ലേ? ഇവിടെ കുറെ വേഫെയർ ഫിലിംസിന്റെ ഇതുണ്ട്, കാണുന്നു, പേര് കാണുന്നു, ലാസ്റ്റത്തെ ഒരു പഞ്ചിൽ കൊണ്ടേ നിർത്തുന്നു, ബോഡി ഷേപ്പ് ഒക്കെ മനസ്സിലാക്കി. ഞങ്ങൾ മലയാളികൾ മമ്മൂക്കനെ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ, ഇപ്പൊ റാഫി എന്ന് പറഞ്ഞ സാറാണ് കോച്ച്. വെല്ലൊക്കെ പറ. റാഫി എന്ന് പറഞ്ഞ സാറായിരുന്നു. മനസ്സിലായോ? സ്റ്റണ്ട് മാസ്റ്റർ. റാഫി മെക്കാട്ടിന്റെ റാഫി സർ, റാഫി സർ, റാഫി മെക്കാട്ട് പഞ്ചാബി ഹൗസ്. അയ്യോ, നിങ്ങൾ നേരം കേട്ടില്ല. ആവശ്യമില്ലല്ലോ. ഓക്കെ, റാഫി സാർ അറിയാം. ഓക്കെ, ആ സാറായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? മറ്റേ ആളുടെ പേര് മാറ്റി ആക്കിയിരിക്കുകയാണ്. അല്ല, റാഫി സാർ ഒരു ലെജൻഡ് ആണ് ബൈ ദ വേ. അപ്പോ അദ്ദേഹത്തിനോട് പൈപ്പിന്റെ സിഇഒ ആണ്. അപ്പൊ പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോ പഴയ കഥകളൊക്കെ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പണ്ട് വലിയ വലിയ പടങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണല്ലോ. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര ഒരു കിക്കാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ഇതല്ലാന്ന് എനിക്കറിയാം. വ്യക്തി ഒട്ടിക്കുന്നല്ല. എഐയില് മറ്റേ റാഫി എന്നുള്ളത് മാറ്റാനുള്ള സാധനം. അല്ല, പേടി ഉണ്ടായിരുന്നു. ലൈക്ക് അത്രയും ലെജൻഡ് അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ചാണല്ലോ വന്നിരിക്കുന്നത്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള നല്ല മനുഷ്യനായിരുന്നു. കളത്ര പറഞ്ഞൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റേതായ രീതി ചോദ്യം ചോദിക്കുന്നത്. റോഷൻ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു കോച്ചായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും? ശരിക്കും റഫ്സറി പറഞ്ഞതുപോലെ തന്നെ വളരെ വളരെ ചില്ലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞങ്ങൾ സീരിയസ് ആയിട്ട് പറയാം കേട്ടോ. ഇല്ല, എനിക്ക് ഞാൻ ബഹുമാനത്തോടെ അല്ലേ പറഞ്ഞേ റാഫി സാർ എന്നൊക്കെ. അല്ല, റാഫി സാർ പടത്തില് കോച്ചാണെന്നുള്ളത് സീരിയസ് ആയിട്ട് സത്യം. ഞാൻ വിശ്വസിച്ചു. ഞാൻ ശരിക്കും സത്യം മാത്രം പറയുന്നതാണ്, വിശാഖിനെ പോലെ അല്ല. അല്ല, ഞാൻ വിശ്വസിച്ചു. സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചു. അല്ല, പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. വളരെ നല്ല മനുഷ്യനായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഈ റിങ്ങിന് നിൽക്കുമ്പോഴത്തേനും ഇത്രയും ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ ലെജൻഡറി ആയിട്ട് ഒരുപാട് പേര് നിൽക്കുമ്പോഴത്തേനും അറിയാതെ ഇങ്ങനെ ആക്ട് ആണെങ്കിൽ കൂടി മേത്തേക്കൊക്കെ കൊള്ളുന്ന സാഹചര്യം വന്നിട്ടുണ്ടോ ഇഷാൻ? വന്നിട്ടില്ല. നമ്മുടെ റിങ്ങില് അല്ല, അത്രയും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടായി. പിന്നെ കലൈ മാസ്റ്ററിന്റെ കൊറിയോഗ്രാഫി ഒക്കെ വളരെ സേഫ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഇടിയൊന്നും കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴും ചില സമയത്ത് റോപ്പിലൊക്കെ
എയറിൽ നിൽക്കുമ്പോ ഇഞ്ചുറീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ എയറല്ല ആയറില്ല, ലിറ്ററലി എയറിൽ നിൽക്കുമ്പോ അങ്ങനത്തെ വേറെ ഇഞ്ചുറീസ് ഒക്കെ പറ്റിയിട്ടുണ്ട്. അല്ല പക്ഷെ അങ്ങനത്തെ ഒരു ഇവിടെ എല്ലാരും ഭയങ്കര പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, ഭയങ്കര പ്രൊഫഷണൽസ് ആൻഡ് അടി വന്നത്. പിന്നെ ആർക്ക് ഏറ്റവും കൂടുതൽ ഇഞ്ചേർഡ് ആയേക്കുന്നത് ഇത് ഷൂട്ടിംഗ് സമയത്ത്? ഏറ്റവും കൂടുതൽ ഇടി എല്ലാരും പന്നിക്കിട്ടോ? ധർമ്മ പ്രൊഡക്ഷൻസിന്റെ മെയിനാണ്. ഏറ്റവും കൂടുതൽ ഇടി ഇട്ടേക്കുന്ന ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന അർജുൻ ചേട്ടൻ. എവിടെയൊക്കെ കിട്ടി? എന്തൊക്കെ പറ്റി? അങ്ങനെ കൈ എവിടെയൊക്കെ എന്തെങ്കിലും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. വേദനയൊക്കെ ഭയങ്കരമായിട്ട് സഹിച്ചല്ലേ? ഉണ്ടായില്ല, കുറേ മരവിക്കും. ആദ്യത്തെ 2 ഇടി അറിയും, പിന്നെ 3-4 ആകുമ്പോ പതുക്കെ ശീലമാവും. എങ്ങനെയുണ്ട് ഈ WWE ഒക്കെ നിങ്ങൾ ഇത് കാണുന്നതാണ്, ഇതൊക്കെ ഒരു ആക്ട് ചെയ്യുമ്പോഴത്തേനും എങ്ങനെയാണ്? ഭയങ്കര പാടാണോ ഇത് ആക്ട്? പിന്നെ 3 മാസം ട്രെയിനിങ്ങും വേണ്ട, പിന്നെ ഇത്ര നല്ല ഒരു അടിപൊളി ഡയറക്ടർ ഉള്ളപ്പോ പിന്നെ എല്ലാം ഈ വേണ്ടത് കിട്ടുന്നവരെയും ചെയ്യിപ്പിക്കും. എത്ര പ്രാവശ്യമൊക്കെ ടേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ? ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ടേക്സ് ഒരു ഷോട്ടിന് പോയത് ഇവരുടെ 28 ആയിരുന്നില്ലേ അത്? 34 മിനിമം 28. അത്രയൊക്കെ പോയിട്ടുണ്ടല്ലേ? മിക്ക ഷോട്ട്സും 20+. ലോങ് ഷോട്ട്സ് കാരണം അങ്ങനെ വേണം. ക്യാമറ റെഡി ആവില്ല, ക്യാമറ റോപ്പിലാണ്. ഈ ക്യാമറ സിനിമാറ്റോഗ്രാഫി 3 ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ? ആനന്ദ് സി മേനോന്, പിന്നെ ജോമോൻ ചേട്ടൻ, ഓക്കെ, ആൻഡ് ജോമോൻ ചേട്ടന്, പിന്നെ സുദീപ് ഏട്ടൻ. അപ്പൊ 3 പേര്. ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു കോമ്പോവും കാര്യങ്ങളും? മെയിൻ DOP ആനന്ദ് സി ചന്ദ്രൻ തന്നെയായിരുന്നു. ജോൺ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു, സുദീപും വന്നായിരുന്നു നമ്മുടെ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഫിലിം മേക്കർ ആണ്. അപ്പൊ one of the best things ഒരു പ്രൊഡ്യൂസർ എനിക്ക് വേണ്ടി ചെയ്തു തന്നു was to protect me with very experienced crew. Like അങ്ങനെ നമുക്ക് കുറെ ഒരു യങ് അടിപൊളി ലൈക്ക് വെരി വെൽ എക്സ്പീരിയൻസ് ക്രൂ മെമ്പേഴ്സിനാണ് കിട്ടിയത്. അതില് ഫേവറേറ്റ്സ് എനിക്ക് ഏറ്റവും ക്രൂവിനെ പറ്റി ചോദിച്ചോട്ടെ. ആനന്ദേട്ടന് ലൈക്ക് വെരി സപ്പോർട്ടീവ്. ഞാൻ സീനിയർ, നീ ജൂനിയർ, അങ്ങനെ ഒരു ഒന്നുമില്ല. ലൈക്ക് നമുക്ക് ഇങ്ങനെയും കൂടെ ചെയ്താലോ, ഇങ്ങനെയും കൂടെ ചെയ്താലോ, ഹൗ കെൻ ഞാൻ കൊടുക്കുന്ന ഒരു ബ്രീഫ് എങ്ങനെ ബെറ്റർ ആക്കാം, അതിനെക്കാളും എത്ര പൊളിയാക്കാം. പ്ലസ് ആനന്ദൻ ഇവരുടെയൊക്കെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. ആനന്ദം ഡേയ്സ് തൊട്ട് അറിയുന്നതാണ്. സോ അവര് തമ്മിലുള്ള ഒരു വൈബ് ഉണ്ട്. അത് അങ്ങനെ പ്ലാൻ ആയിരുന്നില്ലല്ലോ, ഇത് ഗേറ്റ്സിന്റെ ഒരു റീസൺ ആയിരുന്നു. അങ്ങനെ 3 DOPs വെച്ചിട്ട് അങ്ങനെ ഒന്നും പ്ലാൻ ഉണ്ടായില്ല. ആനന്ദ് സി ചന്ദ്രന്റെ ഒരു വിഷ്വൽ ഡിസൈൻ വെച്ചിട്ട് അവര് കംപ്ലീറ്റ് ചെയ്താണ്. ഇതിൽ ഒരുപാട് ക്യാമിയോസ് വരുന്നുണ്ടോ? ഇതില് നമ്മൾ പ്രതീക്ഷിക്കാത്ത അദ്വൈത്തിന്റെ ക്യാമിയോ ഉണ്ട്, അപ്പൊ ഒരുപാട് വരുന്നുണ്ട്. ലോക്കിയുടെ അത്ര ഇല്ല, പക്ഷെ ലോകയുടെ അത്ര ഇല്ല. എന്നാലും എത്ര കൗണ്ട് പറയുകയാണെങ്കിൽ 3. ക്യാമിയോ ഓൾറെഡി പറഞ്ഞല്ലോ, ക്യാമിയോ പറയാൻ പാടില്ല. കൗണ്ട് പറഞ്ഞാ മതി. സിസ്റ്റർ, എല്ലാരും ഉണ്ടോ? സിസ്റ്റർ ഉണ്ടോ നിങ്ങൾക്ക്? അതല്ല ഉദ്ദേശിച്ച ക്യാമിയോ എന്ന് പറയുമ്പോൾ ബോളിവുഡിൽ നിന്നും അങ്ങനെയൊക്കെ ആരെങ്കിലും അത് അറിഞ്ഞിരുന്നു. ദുബായ് ഇൻഫ്ലുവൻസർ ഉണ്ടെന്ന്. ഓ, വേറെ DQ ഇല്ലേ? കിട്ടും ക്യാമിയോസിനെ ഞങ്ങൾ തുറന്നടിച്ച് ഇത് സത്യമാണോ എന്ന് ഫിലിം കണ്ടാലല്ലേ എനിക്ക് അറിയാൻ പറ്റും. DQ ഉണ്ടോ? അല്ലെ, DQനോട് ഈ ഫസ്റ്റ് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിനൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് അവരാണല്ലോ. അപ്പൊ ഈ കഥ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ പോയത് നിങ്ങൾ രണ്ടുപേരും ആണോ? അത് ചത്തപ്പച്ച ഈ റിംഗ് ഓഫ് റൗഡീസ് മൊത്തം ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് എന്തിനാ വന്നത്? അല്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സത്യമായിട്ട് ഒരു കണ്ടന്റ് തന്നോ? നമുക്ക് ഉണ്ടെന്ന് അല്ലെങ്കിൽ DQ ഉണ്ടെന്ന് പറഞ്ഞോ? കുഴപ്പമില്ല. ഫെയർ ആയിരുന്നു. അപ്പൊ DQ ഇപ്പൊ സമ്മതിച്ചു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ആണെന്ന് അറിയാം, കൊളാബറേഷൻ ഉണ്ട്. അപ്പൊ DQ വേഫെയർ വന്ന് കൊളാബറേറ്റ് ചെയ്തപ്പോ തന്നെ ഹൗ ഡു യു ഫീൽ? ഫസ്റ്റ് ഫിലിം മേക്കർ ആണ്, അപ്പൊ ഇത്രയും വലിയൊരു ബിഗ് പ്രൊജക്ട്, അത് ബിഗ് ബാനേഴ്സ് ആണ് ഇതിന്റെ ബാക്കിൽ നിൽക്കുന്നത്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ വേഫെയർ ആരാ?
ചോദിക്കുമോ ലാലേട്ടനുണ്ടോ? ലാലേട്ടന്റെ ബിഗ് ഫാനാണ്. അയ്യോ അല്ലാതൊക്കെ ലാലേട്ടനാണോ മാമൻ? മാമൻ എന്ന് പറയുമ്പോ ഫസ്റ്റ് കസിൻ അല്ലേ? അമ്മയുടെ എന്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ആണ്. അമ്മയുടെ ഫസ്റ്റ് കസിൻ. അമ്മയുടെ ആരായിട്ട് വരുന്നേ? അമ്മയുടെ മോൻ. ഞാൻ ഇത്ര കണ്ടിട്ട് പോലെ ലാലേട്ടൻ ആരായിട്ട് വരുമെന്ന് പറഞ്ഞേ. ഞാൻ പിന്നെ ആ ചോദ്യം ചോദിക്കുന്നില്ല, ലാലേട്ടൻ ഇല്ലാന്ന് എനിക്ക് എന്തായാലും അറിയാം. ഓക്കെ. അപ്പൊ ഇതില് കാർമി എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി ക്യാരക്ടർ ആണ് മെയിൻലി നിങ്ങളുടെ ഒപ്പം റിംഗിലുള്ളത്, അതോ വേറെ അതർ ലേഡീസ് ഉണ്ടോ? എല്ലാരും ഉണ്ട് അത് ലേഡി ക്യാരക്ടർ അല്ല, ലേഡി ഒരാളായിട്ടുള്ളൂ. പക്ഷെ ബാക്കി വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട് റിംഗില്. ലക്ഷ്മി ചേച്ചി ഉണ്ട് റിംഗ്. പടത്തില് മെയിൻ നായികയുണ്ട് വേദിക. കൊച്ചുണ്ട്. അതെ അതെ അതെ, ട്രെയിലർ കണ്ടു. ഇവരെങ്ങനെ ആസ് ഒരു WWE ഇങ്ങനത്തെ ഒരു ലേഡീസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എനിക്ക് തോന്നുന്നത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ബ്യൂട്ടിഫുൾ. കാർമൻ നമ്മുടെ ഈ ഒരു മെയിൻ ഗാങ്ങിലുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്, ഫീമെയിൽ റെസ്ലറും കൂടിയാണ്. ഞാൻ ആക്ച്വലി നോട്ടീസ് ചെയ്ത് കാസ്റ്റിംഗിന് കുറച്ച് ടൈം എടുത്തായിരുന്നു നമ്മുടെ ഫ്രഷ് ഫേസസിനെ ഒക്കെ കണ്ടുപിടിക്കാൻ. കാർമൻ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്, റോഷനൊപ്പം ഡ്യൂട്ടിയിലുണ്ട്. കാർമൻ റിയലി ബ്രോട്ട് ഒരു ടൈപ്പ് ഒരു ഫ്രഷ്നെസ് ടു ദ ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. കാർമൻ വൺ ഓഫ് ദ ലാസ്റ്റ് അഡിഷൻസ് ആയിരുന്നു. നമുക്ക് കുറച്ച് ടൈം എടുത്തു അത് കാസ്റ്റ് ചെയ്യാൻ ആ ക്യാരക്ടറിനെ. പക്ഷെ ഇവരുടെ ഒരു ട്രെയിനിങ് നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാർമൻ ജോയിൻ ചെയ്തതിനു ശേഷം എന്നും നമുക്ക് സെൽഫീസ്, ഫോട്ടോസ്, ഓരോ പ്രാങ്ക്സിന്റെ ഒക്കെ വീഡിയോസ്, അങ്ങനെ ഈ ട്രെയിനിങ് പീരീഡ് ഇവരെ ഭയങ്കരമായിട്ട് ക്ലോസ് ആക്കിയിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഐ വാസ് തിങ്കിങ് ഫിസിക്കൽ ട്രെയിനിങ്ങിന് പോകുന്നു, അത് സെറ്റ് ആക്കും. പക്ഷെ അവരുടെ ഒരു വൈബും കൂടെ അങ്ങ് സെറ്റ് ആയി. ഷൂട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു വൈബാക്കി. അത് ശരിക്കും ഞാൻ ആക്ച്വലി കാർമനെ അതിന് വലുതായിട്ട് ക്രെഡിറ്റ് ചെയ്യുക. കാർമനും പിന്നെ അച്ചുവേട്ടൻ കാർമനെ കുറെ പ്രാങ്ക് ചെയ്യുമായിരുന്നു. ഡാറ്റു, ശ്യാം, വൈഷ്ണവ്, ഇങ്ങനെ നമ്മുടെ എല്ലാരും ആ ഒരു ഫുൾ ടീം അങ്ങ് സെറ്റ് ആയി. അങ്ങനെയാണ്. ആൻഡ് ഈശാൻ ആസ് എ ബ്രദർ പ്രൊഡ്യൂസർ ആയിട്ട് നിൽക്കുമ്പോ എന്തെങ്കിലും പരിഗണനയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റില് ഇവർ എന്തെങ്കിലുമൊക്കെ തന്നിരുന്നോ? പൈസ ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പൈസ അഭിനയിക്കേണ്ടി വന്നു. പൈസ കഷ്ടട്ടോ. എന്തായാലും പൈസ കൊടുക്കേണ്ടി വന്നു. ലാസ്റ്റ് നീ കുറച്ച് ഫണ്ടിടാൻ പോകുന്നു. അല്ല, പക്ഷെ ഈ ഏറ്റവും വലിയ ഗുണം ഈ ക്രിയേറ്റീവ്ലി എനിക്ക് കുറച്ചുകൂടി ഇൻവോൾവ് ആവാൻ ഒരു ചാൻസ് കിട്ടി. അതെ, എനിക്ക് പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഇതിന്റെ റൈറ്റിംഗ് സ്റ്റേജസിലും അത് കഴിഞ്ഞിട്ട് ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റിംഗിലും മ്യൂസിക്കിലും എല്ലാം ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ പോയി അല്ല പ്രവീൺ ചേട്ടാ ഇങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറയാനല്ല, ജസ്റ്റ് ആസ് എൻ ആക്ടർ എവിടെയെങ്കിലും ഹെൽപ്പ് ആവുന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വിശാഖേട്ടന് ആക്ച്വലി ബാക്ക് ഓഫ് ക്യാമറയിൽ നിൽക്കാനായിരുന്നു താല്പര്യം, അല്ലെങ്കിൽ അതാണ് എയിം. അപ്പൊ എന്നാണ് ഒരു ഡയറക്ഷനിൽ ഒരു മൂവി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെയൊക്കെ തന്നെ? സാമ്പത്തികമൊക്കെ സെറ്റ് ആയിട്ട് ഒരു വീടൊക്കെ മേടിച്ച് കുറച്ച് ശേഷം അടുത്ത പരിപാടി പിടിക്കാന്ന് വിചാരിക്കും. അപ്പൊ ഉടനെ ഒന്നും ഇല്ല, ഇപ്പൊ തന്നെ ആവില്ലേ? അതിന് തന്നെ അങ്ങനെ ഡയറക്ഷനിലേക്ക് കിടക്കണം എന്നൊക്കെ വലിയ താല്പര്യമോ അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടോ? കുറച്ച് പടങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ആക്ടിങ് അങ്ങനെ ടെക്നീഷ്യൻ സൈഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നൊന്നും. റോഷൻ ചേട്ടനോ? എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് സ്റ്റോറി ടെല്ലിംഗ് എല്ലാ മീഡിയത്തിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര താല്പര്യമുണ്ട്. അത് അതിന്റെ സമയമാകുമ്പോ ചെയ്യാമെന്നുള്ള ഐഡിയയിൽ തന്നെ. ഡയറക്ട് ചെയ്ത് ബൈ ബൈ ബൈപാസ് എന്ന് പറഞ്ഞ പ്ലേ പുള്ളി ഓൾ ഓവർ ഇന്ത്യ ഷോസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രില്യന്റ്ലി ഡയറക്ടഡ്. അത് പാൻ ഇന്ത്യ പ്ലേ. പാൻ ഇന്ത്യ സ്റ്റാർ. അത് അറിയില്ലായിരുന്നു. അത് ഞങ്ങൾ പാൻ ഇന്ത്യ സ്റ്റാർ റോഷൻ മാത്യു എന്നാണല്ലോ എല്ലായിടത്തും. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ലാസ്റ്റ് 2 ഫണ്ട് ഞാൻ ഇടാത്തോണ്ട് മാറ്റിയൊന്നും ഇപ്പൊ ഇട്ടോ. അപ്പൊ എനിക്ക് ഏകദേശം നിങ്ങളുടെ എല്ലാവരുടെ വൈബ് മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ ഷൂട്ടിങ്ങും ഇതുപോലെ തന്നെ വൈബാണ്. എന്താ പറയാ, ഇപ്പൊ ഉടനെ തന്നെ റിലീസ് ആണ് വിത്തിൻ ഫ്യൂ ഡേയ്സ്. അപ്പൊ ഞങ്ങൾ പ്രഷർ എല്ലാം എക്സ്പെക്റ്റോടെ കാത്തിരിക്കുകയാണ്. അപ്പം മമ്മൂക്കയുടെ ഞങ്ങളുടെ അന്വേഷണമൊക്കെ പറയണം. ഓക്കെ, മമ്മൂക്ക ഇനി എപ്പോഴാ ഇതിനൊക്കെ കൊണ്ടുവരുന്നത്? ആഫ്റ്റർ സക്സസ് റിലീസിന് ശേഷമാണോ? പറ, ഇതെന്താ സൈലന്റ് ആയിപ്പോയേ?
പറഞ്ഞു പോയി പേടിപ്പിച്ച് വെച്ചേക്കുന്ന പോലെ എല്ലാവരുടെ മുഖം മിണ്ടരുതെന്ന്. പക്ഷെ നിങ്ങളുടെ എക്സ്പ്രഷനിൽ എല്ലാം ഞങ്ങൾക്ക് അറിയാം മമ്മൂക്ക ഉണ്ട് ഉണ്ട് ഉണ്ട്. നിങ്ങൾ നിങ്ങൾ കോച്ച് പറഞ്ഞെടുത്ത് എല്ലാം ഞാൻ വെട്ടി മമ്മൂക്കാന്ന് ഇങ്ങനെ ഡബ് ചെയ്തിട്ട് നിങ്ങളുടെ ശബ്ദത്തില് പലരുടെ ശബ്ദം എടുക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്. രഹസ്യമായിട്ട് കുഴപ്പമില്ല. അപ്പൊ ഇല്ലേ സമ്മതിക്കും ആന്ന് പറഞ്ഞു പരസ്യമായ രഹസ്യമാണ്. ഒരു ഓക്കെ പറയുമെങ്കിൽ ഫ്ലാഷ് കട്ടിൽ അങ്ങ് ചേർക്കായിരുന്നു. ഒരു ഓക്കെ അർജുനേട്ടാ എന്തായാലും ഇവിടെ തന്നെ തീർക്കും. അതെ എല്ലാം പണി. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഞങ്ങൾ എല്ലാവരും ഒരു പടം കിട്ടി രക്ഷപ്പെടാൻ നല്ല അടിപൊളിയാവട്ടെ. അപ്പൊ 2026 അല്ലേ ചത്താപ്പച്ചയുടെ എല്ലാവരുടെയും എന്താ ഫിലിം കരിയർ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ എത്തട്ടെ. ഇനി ഒരുപാട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ, ഡയറക്ട് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you.